പരീക്ഷത്തിന് അവിടുത്തെ പൂജയിലെ വെള്ളമെടുത്ത് അങ്ങോട്ട് കുടിച്ചാൽ മതിയെന്നു. പക്ഷെ അത് തോന്നിയില്ല. ഞാൻ വിളിച്ചിട്ടും വിളി കേൾക്കാത്ത സന്യാസിയോ, ഞാൻ ആരാണ്, ഞാൻ രാജാവല്ലേ എന്നുള്ളൊരു ഗർവ് ആർക്ക് കയറി? പരീക്ഷത്തിന്. ഉടനെ തന്നെ താൻ വിളിച്ചിട്ടും വിളി കേൾക്കാത്ത ആ സന്യാസിയുടെ കഴുത്തിലേക്ക് വഴിയിൽ ചത്ത് കിടക്കുന്ന ഒരു പാമ്പിൻ്റെ ജഡം തൻ്റെ അമ്പുകൊണ്ട് തോണ്ടിയെടുത്ത് കൊണ്ടുവന്ന് ആ മഹാത്മാവിൻ്റെ കഴുത്തിലിട്ടു. അപ്പം തൽക്കാലത്തേക്കൊരു പ്രതികാരം തീർത്ത സന്തോഷം ആർക്ക്? പരീക്ഷത്തിന്. എല്ലാവരുടെ ഉള്ളിലോട്ട് ഒരു പ്രതികാരം ഇല്ലേ? ചിലർ മൊബൈൽ എടുത്ത് വലിച്ചെറിയും, ചിലർ മറ്റ് സാധനങ്ങളൊക്കെ കിട്ടിയതൊക്കെ എടുത്ത് തുടയ്ക്കും. ചില കുട്ടികളെ കണ്ടില്ലേ, ദേഷ്യം തീർക്കാൻ വേണ്ടി ചുമരിലടിക്കും. ചിലർ കിട്ടിയതൊക്കെ എടുത്ത്, കൊച്ചു കുട്ടികളാണെങ്കിൽ കളിപ്പാട്ടൊക്കെ എടുത്ത് ഒറ്റ അങ്ങോട്ട് വെച്ച് കൊടുക്കും അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ. ഇവിടെ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് പരീക്ഷത്ത് മഹാരാജാവിൻ്റെ ചത്ത് കിടക്കുന്ന പാമ്പിനെയാണ് ഈ മഹാത്മാവിൻ്റെ കഴുത്തിലിട്ടത്. ദൂരെ കളിച്ചുകൊണ്ടിരുന്ന ആ മഹാത്മാവിൻ്റെ പുത്രൻ ഈ കാഴ്ച കണ്ട് അത്യന്തം വിഷമിച്ച്, കാരണം അച്ഛനോട് ഇങ്ങനൊരു അനീതി രാജാവ് ഒരിക്കലും ചെയ്യരുതാൻ പാടില്ലായിരുന്നു. അങ്ങനെ അധർമ്മിയായ രാജാവ് അധർമ്മമല്ലേ ചെയ്തത്? ആണോ? ധാർഷ്ട്യം കൊണ്ട് അധർമ്മിയായ ദുഷ്ടനായ രാജൻ അങ്ങ് കേമനാക്കിയായിരിക്കും, പക്ഷെ അച്ഛനോട് ചെയ്തത് ഒട്ടും ശരിയല്ല. അവിടെ വെച്ച് ശപിച്ചു. ഇന്ന് തൊട്ട് 7ാമത്തെ ദിവസം പാമ്പുകളിൽ വെച്ച് ഏറ്റവും വിഷമുള്ള തക്ഷകൻ കടിച്ച് നിനക്ക് മൃത്യു സംഭവിക്കട്ടെ, നിനക്ക് മരണം സംഭവിക്കട്ടെ എന്ന് ശപിച്ചു. പരീക്ഷത്തിൻ്റെ വയസ്സ് എത്ര ദിവസത്തേക്ക് ചുരുക്കി? 7 ദിവസത്തേക്ക് ചുരുക്കി. പരീക്ഷത്തിന് ഒരിക്കലും പ്രതീക്ഷയില്ല തൻ്റെ വയസ്സ് 7 ദിവസത്തേക്ക് ചുരുക്കുന്നു. അങ്ങനെ പരീക്ഷത്തിനെ ശപിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രൻ ശമീജി മഹർഷി. അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ പരീക്ഷത്ത് ശാപമൊക്കെ കിട്ടി തിരിച്ചുപോയി. വേറൊരു വശത്ത് പരീക്ഷിത്ത മഹാരാജാവ് ഈ വിവരം അറിഞ്ഞു. താൻ ഇങ്ങനെ ഒരു ശാപഗ്രസ്തനായിട്ട് അത് ഈ മഹാത്മാവിൻ്റെ പുത്രൻ ചെന്ന് പറഞ്ഞു, അങ്ങനെ ശപിച്ചു എന്നുള്ളത്. ആ ശാപവിവരം അറിഞ്ഞപ്പോൾ പരീക്ഷിത്ത് രാജാവ്, ഇന്നത്തെ കേരളത്തിലെ രാജാക്കന്മാരൊക്കെ പോലെയാണെങ്കിൽ എങ്ങനെയെങ്കിലും പാമ്പിനെ കൊല്ലാൻ പറ്റുമോ നോക്കൂ. കാരണം അവർക്ക് എളുപ്പവഴിപ്പതാണുള്ളത്. അല്ലെങ്കിൽ ആ ശപിച്ചവനെ എങ്ങനെയെങ്കിലും തട്ടിക്കളയും, അകത്താക്കും. അങ്ങനെയൊക്കെയല്ലേ ഓരോ രാജാക്കന്മാരുടെ ശീലങ്ങൾ, ആണോ? എന്നാൽ ഇവിടെ പരീക്ഷിത്ത മഹാരാജാവ് മഹാന്മാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ ഈ ശാപത്തെ നേരിടേണ്ടത്? അങ്ങനെ അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അതിനുള്ളൊരു വഴിയാണ് പ്രായോപവേശം. എന്താണ്? എന്താ പ്രായോപവേശം? കൊട്ടാരമൊക്കെ മക്കളെ ഏൽപ്പിച്ച്, രാജ്യഭരണം ഏൽപ്പിച്ച് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങണം. അങ്ങനെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി ഹരിദ്വാറിലേക്ക് എത്തി. ആ ഹരിദ്വാറിൽ അങ്ങ് ചെന്ന് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. 7 ദിവസം നാമജപങ്ങളൊക്കെ കേട്ട് 7ാമത്തെ ദിവസം തക്ഷകൻ വരുന്നതിന് മുമ്പ് ഗംഗയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. എങ്ങോട്ട് പോകണം? ഒരു തരം സൂയിസൈഡാണത്, മരണമാണത്. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രായോപവേശം. ഈ പ്രായോപവേശം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അന്ധകാലത്തെ കാര്യമാണ്, ഇന്നും നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴും ഹിമാലയ സാനുക്കളിൽ ചില സന്യാസിമാര്, അവർക്ക് ജീവിതം ഒക്കെ ഇനി കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, മനസ്സിൽ വേറെ വിചാരങ്ങളൊന്നുമില്ല. വേറെ വിചാരങ്ങളൊന്നും ഇല്ലാത്ത അവര് എന്ത് ചോദിച്ചാൽ ഈ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കും. അവരെന്ത് ചോദിച്ചാൽ ഗംഗയിലേക്ക് ഇറങ്ങും. ഇപ്പം വലിയ മുണ്ട് എടുത്തിട്ട് ഈ മുണ്ടങ്ങോട്ട് പുറകിൽ കെട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കല്ലുകൾ എടുക്കും, വലിയ കല്ലുകൾ. ഗംഗയിൽ ഉരുണ്ട നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ. ഗംഗയുടെ അവിടെയൊക്കെ പോയിട്ടുണ്ടോ നിങ്ങൾ? പോയിട്ടുണ്ടോ? ഹരിദ്വാറിലൊക്കെ നല്ല കല്ലുകളുണ്ട്. ഇതങ്ങോട്ട് മടിയിൽ കിട്ടും. ഇത് കെട്ടി പതുക്കെ 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 അവർ നല്ല ആഴമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇറങ്ങലാണ്. പിന്നെ ഒരിക്കലും പൊങ്ങില്ല. പൊങ്ങാനൊട്ട് ആരനുവദിക്കില്ല? ഈ കല്ലനുവദിക്കില്ല. അങ്ങനെ ശരീരം ഉപേക്ഷിച്ച് കളയും. അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയുടെ പേരാണ്
ഇപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഈ 2022 ചെയ്ത ഒരാളെ എനിക്കറിയാം, പ്രായോപവേശം ചെയ്ത ഒരാൾ. അദ്ദേഹം 99 വയസ്സിൽ പ്രായോപവേശം ചെയ്തു, 100 തികയ്ക്കാൻ നിന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോഴും ഉണ്ട് ഈ കഥകളൊക്കെ. ഈ ഭാഗവതം പറഞ്ഞതൊന്നും അന്നത്തെ കാലത്ത് ഒരു എന്താ പറയുക, വെറും കഥകളല്ല എന്നർത്ഥം. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് തരാം. മനസ്സിലായില്ലേ? എവിടെയാണ് മുങ്ങണ്ടെന്നുള്ള സ്ഥലവും പറഞ്ഞുതരാം. അപ്പോൾ ആർക്കെങ്കിലും പ്രായോപവേശം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് ഒറ്റ മുങ്ങിയാൽ പിന്നെ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ല. പക്ഷെ ആ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ ശല്യമായിരിക്കും. കാരണം നമ്മുടെ സ്വഭാവമൊക്കെ അതിൻ്റെ അകത്ത് കുറേ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ശരീരം ഉപേക്ഷിക്കുന്ന ആളുകൾ ചെയ്യുന്ന ആ പ്രക്രിയയുടെ പേരാണ് എന്താ പറയുക, പ്രായോപവേശം. ഏതായാലും പരീക്ഷിത്ത മഹാരാജാവ് അത് കേട്ട് പ്രായോപവേശത്തിന് തയ്യാറായി. അദ്ദേഹം നേരെ എങ്ങോട്ട് പോയി? ഹരിദ്വാറിലേക്ക്. എക്സാക്ട് ഹരിദ്വാർ അല്ല, കുറച്ചുകൂടി ദൂരെയാണ് ആ സ്ഥലം എന്നാണ് പറയുക. അങ്ങനെ അവിടെ ചെന്ന് ഒരു ചെറിയ പർണശാലയൊക്കെ രാജാവിന് വേണ്ടി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. രാജാവ് ആ പർണശാലയ്ക്കകത്തിരുന്ന് അപ്പോഴേക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് പരീക്ഷത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്? അങ്ങനെ നാമൊക്കെ ജപിക്കാൻ പറഞ്ഞു. നാമൊക്കെ ജപിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം വലിയ വലിയ മഹാന്മാരോട് പരീക്ഷത്ത് പറഞ്ഞു സത്യസന്ധമായിട്ട്, ഞാൻ നാമൊക്കെ ജപിക്കുന്നുണ്ടെങ്കിലും ഉള്ളത് തുറന്നു പറയാലോ, മനസ്സിൽ നാമവുമില്ല ഭഗവാനും ഇല്ല. മനസ്സിൽ ഇങ്ങനെ നാക്കാണ് പൊങ്ങി വരുന്നത്. ആരുടെ നാക്ക്? തക്ഷകൻ്റെ. തക്ഷകൻ 7ാമത്തെ ദിവസം വരും എന്ന് പറഞ്ഞിട്ട് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിൽ ഭഗവാൻ വരുമോ തക്ഷകൻ വരുമോ? പറയൂ. അങ്ങനെ തക്ഷകൻ്റെ ചിന്ത മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് കുറ്റബോധം. ഞാനൊരിക്കലും ആ മഹാത്മാവിനോട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പാമ്പിനെ ഇടരുതായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഞാൻ അങ്ങനെ ചെയ്തതൊട്ടും ശരിയായില്ല. ഈ തരത്തിലൊക്കെയുള്ള കുറ്റബോധങ്ങൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. ഈ ഒരു ഗിൽറ്റും അതുപോലെ തന്നെ ഫിയറും ഒക്കെ കൂടെ പരീക്ഷത്തിൻ്റെ മനസ്സിനെ വളരെ റെസ്റ്റ്ലെസ് ആക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമജപത്തിലൊന്നും മനസ്സിനെ വെക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ചോദിച്ചു എന്താ വേണ്ടത്? അപ്പം അതിന് കൃത്യം ഉത്തരം കൊടുക്കാൻ ആർക്കും പറ്റാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയാം. അതാണ് നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ നാമം ചൊല്ലി ശീലിക്കുമ്പോഴല്ലോ, ഒരു കഷ്ടകാലം വരുമ്പോൾ സഹായിക്കാൻ എക്സാക്ട്ലി ആരെങ്കിലും ഉണ്ടാവും. ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ നാമം ജപിക്കുന്നതിൻ്റെ മഹത്വം എന്താണ്? ഈ നാമം ജപിക്കുന്ന കുട്ടികളായി മാറുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നൊരു എനർജി, ഒരു വേവ് ലെങ്ത്, അത് കറക്റ്റായിട്ട് നമ്മളെ സഹായിക്കാൻ ഒരാളെ കണക്ട് ചെയ്തു തരും. പരീക്ഷത്തിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീ ശുഖബ്രഹ്മർഷി. അപ്പം അദ്ദേഹത്തെ കണ്ടു എല്ലാവരും. വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ശുഖബ്രഹ്മർഷി. എല്ലാവരും എണീറ്റു, നമസ്കരിച്ചു. ആ സമയത്ത് പരീക്ഷത്ത് താൻ ഇരുന്ന കുടിലിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഉള്ള പീഠത്തിൽ ആ മഹർഷിയുടെ പുത്രനെ ഇരുത്തി അദ്ദേഹത്തിന് നീണ്ട് നമസ്കരിച്ച് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആരംഭം. അപ്പോൾ ആ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും ഈ പരീക്ഷത്ത് മഹാരാജാവ് ശ്രീ ശുഖബ്രഹ്മർഷിയോട് ചോദിച്ചത്? കാരണം ഈ ഒരു ശ്ലോകത്തിൽ നിന്നാണ് ഈ ഭാഗവതം രൂപപ്പെട്ടതും ഈ ശ്ലോകമാണ് ഭാഗവതത്തെ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിർത്തുന്നത്. എനിക്ക് ഇവിടെയുള്ള കുട്ടികളോടൊക്കെ പറയാനുള്ളത്, ഈ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ പുസ്തകങ്ങളൊക്കെ മനുഷ്യ സ്വാധീനിക്കുന്നതിൻ്റെ തീവ്രത കൂടുകയാണോ കുറയുകയാണോ? ഞാൻ പറയുന്നത് ജനറലി നമ്മൾ ആത്മീയതയല്ലാത്ത പുസ്തകങ്ങൾ, പല പുസ്തകങ്ങളും അതിൻ്റെ സ്വാധീനം കുറഞ്ഞു വരികയാണോ കൂടി വരികയാണോ? കുറഞ്ഞു വരികയാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഈവൻ ടോൾസ്റ്റോയുടെ ബുക്കുകളായാലും ശരി, ഷേക്സ്പിയറിൻ്റെ ബുക്കുകളായാലും ശരി, ഇങ്ങനെ ഷേക്സ്പിയറിൻ്റെ പുസ്തകങ്ങളായാലും ശരി, ഇങ്ങനെ പഴയ കാലത്ത് എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, പിൽക്കാലത്ത് ഭാരതത്തിലുണ്ടായ പല പുസ്തകങ്ങൾ, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇത്തരം കഥകളുടെയൊക്കെ തീവ്രത കുറഞ്ഞു വരികയാണ്. എന്നാൽ ഭാഗവതത്തിൻ്റെയൊക്കെ പ്രസക്തി
പണ്ടത്തേതിനേക്കാളും കൂടി വരികയാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ, അമ്മമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവത കഥയെ ഒരു ആധുനിക മാനേജ്മെൻ്റ് ആക്കാം, ലൈഫ് മാനേജ്മെൻ്റ് ആക്കാം. അപ്പം നമ്മൾ കഥകളൊക്കെ പഴയതാണെങ്കിലും ഇന്നത്തെ ജീവിതത്തിലേക്ക് ഇതിനെ കൂട്ടിച്ചേർക്കണം. അപ്പം നമുക്ക് നോക്കാം, അപ്പം നമുക്ക് എങ്ങനെയത് കണക്ട് ചെയ്യാമെന്ന് മനസ്സിലാവും. 19-ാം അധ്യായം എടുക്കുക. അവിടെ ഞാൻ 1-ാമത്തെ സ്കന്ധാണ് പറയുന്നത്, 37-ാം ശ്ലോകം. ഇതൊക്കെയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഈ ഒരു എക്സ്പോഷർ കൊടുക്കുക. അപ്പം നോക്കുക എത്ര സാധ്യതകളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത്. അപ്പം കിട്ടിയോ നിങ്ങൾക്ക്? അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം കുരും പുരുഷസ്യേഹയത്കാര്യം. കുറേ പേര് വായ വിളിച്ചിരിക്കുന്ന സർവജ്ഞരാണ് കേട്ടോ. പുസ്തകമൊന്നുമില്ലാതെ ഒരു പുസ്തകമൊക്കെ എടുത്ത് പഠിക്കൂ. ചാവുമ്പോൾ എന്തായാലും പൈസ കൊണ്ടുപോവില്ല, സ്വർണ്ണം ഒട്ടും കൊണ്ടുപോവില്ല, വീട് കൊണ്ടുപോകുമോ, പറമ്പ് കൊണ്ടുപോകുമോ, വല്ല അറിവും കൊണ്ടുപോകുന്നെങ്കിൽ അതിപ്പം നേടിയെടുക്കണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? പൈസ വല്ലതും കൊണ്ടുപോകുമോ? ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എല്ലാം ഇവിടുന്ന് സെറ്റിലായ സന്തോഷമായിന്ന്. ഇപ്പം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്നു, അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ ചത്തുപോയാൽ ആ പ്രശ്നം തീർന്നുകൊണ്ട് എന്താ ഗുണമുള്ളത്? പറയൂ നിങ്ങൾ. എന്താ മിണ്ടാത്തത്? നിങ്ങളിന്ന് മൗനവ്രതാണോ? മനുഷ്യൻ ഇവിടെ പെർമനൻ്റ് ആണോ? എത്ര പേർക്ക് തോന്നുന്നുണ്ട് പെർമനൻ്റ് ആവുന്നുണ്ടോ? ഇന്ന് യമരാജാവ് വിളിച്ചാൽ പോകാൻ എത്ര പേര് തയ്യാറാണ്? കുറേ പേര് തയ്യാറാണ്. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇവിടെ മടുത്തുപോയിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ് നമ്മൾ. ആരും ഇവിടെ പെർമനൻ്റ് അല്ല, ആണോ? അപ്പോൾ കുറച്ചൊരു അറിവ് നേടി പോവല്ലേ? ചോദിക്കട്ടെ, ഇപ്പം വിളിച്ചാലും പോകണം. അപ്പോൾ ഒരു നിമിഷം യമരാജാവ് പറയണം, ഇത്തിരി ഭാഗവതമൊക്കെ പഠിച്ചിട്ട് വന്നാലും മതി, 1 മണിക്കൂർ സമയം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കൂല്ലയോ? പഠിക്കുക. അത് ഓർത്താൽ മതി. ഭാഗവതം വായിക്കുമ്പോൾ യമരാജാവ് ഇത്തിരി സമയം തന്നിരിക്കുകയാണ്. എന്തിന്? ഭാഗവതം പഠിക്കാൻ. ആ സമയത്ത് വായും പൊളിച്ചിരിക്കണോ ഭാഗവതം പഠിക്കണോ? എന്നിട്ടാണ് വായും പൊളിച്ചിരിക്കുന്നത് പല ആൾക്കാരും, പുസ്തകം പോലും ഇല്ലാതെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പഠിക്കൂ. ജീവിതത്തിൽ എന്തെങ്കിലും ഇതൊക്കെ പഠിക്കണം നമ്മൾ. അപ്പോഴേ ഇതിൻ്റെ മഹത്വം നോക്കൂ. നിങ്ങളുടെ കയ്യിൽ കിതാബുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കണ്ടവരുടെ കയ്യിലേക്ക് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പഠിക്കണം, മനസ്സിലാക്കണം. ആകെ നമുക്ക് കുറച്ച് കാലേ ആയുസുള്ളൂ, ആണോ? അന്ന് വല്ല അറിവൊക്കെ നേടിയിട്ട് ചത്തുപോയാൽ മക്കൾക്കെങ്കിലും ഒരു ബഹുമാനം ഉണ്ടാവും. മക്കൾ ആ പുസ്തകം കാണുമ്പോഴോ അമ്മയുടെ പുസ്തകമാണെന്ന് തൊട്ട് തലയിലേക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അമ്മയൊക്കെ ഓർക്കുക, അച്ഛനെയൊക്കെ ഓർക്കുക. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്ന കുറേ പുസ്തകങ്ങൾ മുത്തശ്ശിയൊക്കെ ഉപയോഗിച്ച പുസ്തകങ്ങൾ, അതൊക്കെ പറയുന്നത് ഇത് മുത്തശ്ശൻ്റെ ആണോ? മുത്തശ്ശനെ നേരിട്ട് കണ്ടില്ലെങ്കിലും ഏത് രൂപത്തിൽ കണ്ടിട്ട് അവരുടെ മുത്തശ്ശൻ്റെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദരിക്കുക, ആണോ? മാതൃഭൂമി പേപ്പർ മുത്തശ്ശൻ്റെ ആണെന്ന് പറഞ്ഞ് തൊട്ട് തലയിൽ വെച്ചിട്ടുണ്ട് ആരെങ്കിലും? അത് ഈ ആക്രിക്കാരന് വിറ്റ് തൂക്കിക്കൊടുക്കും, ആണോ അല്ലയോ? ഒന്നും മിണ്ടാത്തത് ഇതേള്. അതുകൊണ്ട് പല പുസ്തകമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾ ഏതിലൂടെ കാണും നിങ്ങളെ? എന്താ ഒന്നും മിണ്ടാത്തത്? പുസ്തകത്തിലൂടെ കാണും. ഈ തിരുവനന്തപുരത്താണെങ്കിൽ സപ്താഹം എന്ന് പറഞ്ഞാൽ 12:30 മിക്കവാറും ചിലയിടത്ത്. അത് ശരിയല്ല, അത് മാറ്റിയെടുക്കണം നമ്മൾ. ആ സപ്താഹമൊക്കെ നമ്മൾ മിക്കവാറും കഴിച്ചു പോയാൽ മക്കൾ മിക്കവാറും ആക്രിക്കാർക്ക് എടുത്ത് കൊടുക്കും കുറേ കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഒരു വീട്ടിൽ ഒരു കുട്ടി, മുത്തശ്ശൻ പറയാണ്, ആക്രിക്കാരൻ വന്ന് ചോദിക്കുകയാണ്, പഴയത് വല്ലതും കൊടുക്കാനുണ്ടോ എന്ന്. അപ്പോൾ ഈ കുട്ടി വരെ 2 എണ്ണം ഉണ്ടെന്ന്. ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ കൊണ്ടുപോയിക്കുമോ എന്ന്. അപ്പോൾ ആ മുത്തശ്ശൻ പറയും, ഇവൻ ഇത്ര ചെറിയ സാധനം ഞങ്ങളെ നോക്കിയിട്ട് ആക്രിക്കാരന് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഉള്ളിലിരിപ്പ് എത്രയാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ടാവണമെങ്കിൽ ഇതിനെ ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വല്ലതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അത് വായ ഒളിച്ചാൽ വല്ലതും തലയിൽ കയറുമോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? പുസ്തകം വേണ്ടേ? വേണ്ടയോ? ഒരു പുസ്തകമൊക്കെ സംഘടിപ്പിക്കുക. എന്തായാലും ചാവുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. വല്ല തലയിൽ മുളയെങ്കിലും കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ കാലിൽ മുളയും കൊണ്ട് പോകേണ്ടി വരും. മനസ്സിലായില്ലേ? ലേശം വിവരമൊക്കെ ആയിട്ട് പോവുക. വേണമെന്നുണ്ടോ നിങ്ങൾക്ക്? വേണമെന്നില്ല? നിൽക്കട്ടെ. അപ്പം എന്താ ചോദ്യം? അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവദാ. സർവദാ മ്രിയമാണസ്യ. പറയൂ. മ്രിയമാണസ്യ. സർവദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും. സർവദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാൾ മരിക്കുമോ? എപ്പോഴും മരിക്കുമോ? ഒരിക്കലല്ലേ മരിക്കുള്ളൂ. കൂടെ വന്നില്ല. എപ്പോഴും ഒരാൾക്ക് മരിക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എപ്പോഴും മരണതുല്യമായ, മരണം നല്ല അർത്ഥം അവിടെ. എന്താണ്?
അനുഭവങ്ങളിലൂടെ, അതായത് വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ സാധിക്കുക? എക്കാര്യം, എന്ത് ചെയ്താൽ, എക്കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലാണ് അവർക്കതിനെ തരണം ചെയ്യാൻ സാധിക്കുക? അപ്പം എന്താ ചോദ്യം? എപ്പോഴും മരണതുല്യമായ വേദനകളുടെയും ദുഃഖങ്ങളുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അതിനെ തരണം ചെയ്യാൻ എന്താണ് അവർ കൂടെ വന്നില്ല ചെയ്യേണ്ടത്? എക്കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഈ ചോദ്യം പരീക്ഷത്തിന് മാത്രമുള്ളതാണോ? പറയൂ. എല്ലാവർക്കും മരണതുല്യമായ അനുഭവങ്ങളിലൂടെ ചിലപ്പം പോകേണ്ടി വന്നേക്കാം. കാരണം പ്രായമാവും തോറും ചില പെയിനുകളൊക്കെ, കാലിൻ്റെ ആർത്രൈറ്റിസ് തുടങ്ങിയിട്ടുള്ള പല പെയിനുകളും മറ്റും വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലർ അടിച്ച് ജീവിക്കാന്നല്ലാതെ വേറെ അതിനൊന്നും ഒരു മരുന്നില്ല. ഉണ്ടോ? പറയൂ നിങ്ങൾ. ചിലവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാം. ഉണ്ടോ ഇല്ലയോ? നമുക്കറിയില്ല എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. കൂടെ ഉള്ളവരുണ്ടാവുമോ നമുക്കൊരു പിടിയില്ല. ഉണ്ടോ? പറയൂ നിങ്ങൾ. ആർക്ക് അറിയാം? ഇപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പല്ലേ ഇറാൻ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിയും കൂടെ പോയ പ്ലെയിൻ അടിച്ചു പോയത്, അല്ലേ? ആണോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാരായിരിക്കുന്നവരാ പറഞ്ഞത് കത്തുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ആരും പറഞ്ഞില്ലായിരുന്നെങ്കിലോ? ആരും പറഞ്ഞില്ലേ വലിയ ട്രാജഡി സംഭവിച്ചിട്ടുണ്ടാവുമായിരുന്നു. 100-300 പേര് തീർന്നു കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു. അപ്പം നോക്കൂ, മനുഷ്യൻ്റെ ജീവിതം അത്രയേ ഉള്ളൂ. ആർക്ക് അത് എന്തോ കണ്ടതുകൊണ്ട് പറയാൻ പറ്റി, ഇല്ലേ? ആണോ അല്ലയോ? വായിക്കുന്നില്ലേ പത്രമൊക്കെ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഇങ്ങനെ ഈ നമ്മുടെയൊക്കെ ജീവിതം എത്ര കാലം കൂടെയുള്ളവർ, ആരോഗ്യം എത്ര, നമുക്കറിയില്ല. പക്ഷെ എത്ര കാലം എന്നുള്ളതല്ല ചോദ്യം. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയാലും അതൊന്നും നമ്മളെ അലട്ടാത്ത വിധത്തിൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാം. അപ്പം മനുഷ്യ മനസ്സ് 2 തരത്തിൽ ആക്കിയെടുക്കാം. ഇതിനെ പറയുക, ഒന്ന് വികാര മനസ്സും 2 വിവേക മനസ്സെന്നാണ്. ഇതാണ് വികാരങ്ങൾ നിറഞ്ഞ മനസ്സ് ദുരിതങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥമാണ്. എന്നാൽ ഒരു വിവേക ശക്തിയുള്ള മനസ്സിന് ഈ വിഷമങ്ങളെയൊക്കെ അതിവർത്തിക്കാൻ സാധിക്കും. ഇത് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല. ഇത് ഡിപ്പെൻഡ് അപ്പോൺ നമ്മളിപ്പോൾ വിഷമങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും പശുക്കളെപ്പോലെ അയവിറക്കും. എന്നാൽ നിരന്തര ഒരു ഉപാസനാദി സംസ്കാരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ ശ്രദ്ധ നമ്മൾ അതിലേക്ക് തിരിച്ചുവിട്ടാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്നതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത്. കാരണം ജീവിതം ഇരിക്കുന്നത് എവിടെയാണ്? നമ്മളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മനസ്സിലാണ് ജീവിതം. എവിടെയാണ്? ആണോ അല്ലയോ? ചിന്തകളുടെ രൂപത്തിലാണ് ജീവിതം. ഏത് രൂപത്തിൽ? ചിന്തകളുടെ രൂപത്തിൽ. ആണോ അല്ലയോ? നമ്മളിപ്പോൾ ജീവിതത്തെ കാണുന്നത് പുറത്താണ്. അതുകൊണ്ടാണ് പുറത്തെല്ലാം ശരിയായാൽ ജീവിതമായി എന്ന് പറയുന്നത്. എല്ലാം അനുകൂലമായാൽ, പുറത്തെല്ലാം അനുകൂലമായാലും അകത്ത് ശരിയല്ലെങ്കിൽ ജീവിതമാവില്ല. കാരണം പുറത്തെല്ലാം അനുകൂലമാണ്. നോക്കൂ, നിങ്ങൾ നല്ല ഭക്ഷണം കൊടുത്തു, പക്ഷെ മനസ്സിന് സന്തോഷമില്ലാത്ത ആൾക്ക് എന്ത് കൊടുത്തിട്ട് എന്താ കാര്യം? ചില കുട്ടികൾക്ക് നിങ്ങൾ സ്വന്തം വീട്ടിലെ അനുഭവങ്ങൾ ഉണ്ടാവും. എത്ര നല്ലത് കൊടുത്താലും തൃപ്തിയില്ലാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ ഒറ്റെണ്ണം കൊടുത്തിട്ട് നീ എന്ത് തന്നിട്ടാണ് ഞാൻ സന്തോഷിപ്പിക്കാൻ പറ്റുക? ചോദിക്കാറില്ലേ? കരി കയറും ഇല്ലയോ? എന്താ മിണ്ടാത്തത്? നിങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികളുണ്ടല്ലോ, ചെറുത് വാശി പിടിച്ചിട്ട് തന്നെ എന്താണ് ദോശ കൊടുത്ത് പറയും, എനിക്ക് മസാല ദോശ ഉണ്ടാക്കി തരാമെന്ന്. മസാല ദോശ ഉണ്ടാക്കിയാൽ പറയും ഇതൊന്നും ടേസ്റ്റ് ഇല്ല. ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ 2 അങ്ങോട്ട് വെച്ചു കൊടുക്കും. പിന്നെ അത് കഴിച്ചോളൂ അവിടെ കിടന്നിട്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പം മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. അതല്ല, ഏതെങ്കിലും സദ്യക്ക് പോയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞവരെ കണ്ടിട്ടുണ്ടോ? ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. നല്ലൊരു അഭിപ്രായം പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? ഒരു കല്യാണത്തിന് പോയ ഒരു നല്ല അഭിപ്രായം പറയണവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒക്കെ നിങ്ങൾ പുറത്തുനിന്ന് പറയും, എന്നാലും പറയും അഹങ്കാരം, പൈസ ഉള്ളതുകൊണ്ടുള്ള ഗർവമാണെന്നൊക്കെ. എന്തെങ്കിലും ഒരു കുറ്റം പറയാതിരിക്കുമോ? ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പൈസടാ ഇത് കാണിക്കുകയാണെന്ന് പറയും. ആണോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി വല്ല ഗൾഫുകാരാണ് പൈസ കൊടുത്തതെങ്കിൽ പറയും ഇത് കടത്തിയ സ്വർണ്ണാണെന്ന് പറയും.
എങ്ങനെയായാലും സമാധാനം ഉണ്ടാവില്ല മനുഷ്യന്, അല്ലേ? ഒരു കുറ്റപ്പെടുത്താതെ മനുഷ്യന് പോരാൻ തോന്നില്ല. അത് മനുഷ്യൻ്റെ ഒരു അസൂയല്ലേ? ആണോ? ഇപ്പം നിങ്ങളുടെ മക്കൾ റിസൾട്ടൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുക അവൾക്ക് ഇത്ര കിട്ടി, മറ്റവൾക്ക്, അത് ചോദിക്കുമല്ലയോ? ചോദിക്കും. അപ്പം തന്നെ നിങ്ങൾ തൃപ്തരല്ലാന്ന് ഉറപ്പല്ലേ? അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഒരു കാരണം കൊണ്ടും സാധ്യമല്ല. എന്ത് കിട്ടിയാലാണ് മനുഷ്യൻ തൃപ്തരായിട്ടുള്ളത്? ഇപ്പം നിങ്ങളൊക്കെ പറയുമോ സ്വാമി ഒന്നും വേണ്ടാന്ന്. എന്നാലും പറയുന്ന ഈ പ്രാവശ്യം സപ്താഹം മുഴുവൻ കേട്ടവർക്ക് 1 പവൻ സ്വർണ്ണ നാണയത്തിന് ഒരു ലോക്കറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, നാളെ രാവിലെ മുതൽ ഇവിടെ ആൾക്കാരായിരിക്കും. നാളെ രാവിലെ മുതൽ ആൾക്കാരായിരിക്കും ഇവിടെ. കാരണം ഇത് കഴിഞ്ഞാൽ 1 പവൻ സ്വർണ്ണ ലോക്കറ്റാണ് കിട്ടാൻ പോകുന്നത് യജ്ഞപ്രസാദായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തം വരുമല്ലയോ? ഈ തിരുവനന്തപുരം ഇവിടെ സ്ഥലം ഉണ്ടാവില്ലേ? പിന്നെ സപ്താഹം ഫുള്ളായിരിക്കും. എല്ലാവരും വേണമെങ്കിൽ പുസ്തകം കൂടി വാങ്ങിക്കും അവർ. എന്തിനു വേണ്ടിയിട്ട്? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണ ലോക്കറ്റ് കിട്ടുമെന്നുള്ളൊരു സന്തോഷത്തിൽ. ഉണ്ടോ ഇല്ലയോ? നിങ്ങളൊന്നും മിണ്ടാത്ത ചില ഉണ്ടാവുമോ? അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമോ ഇല്ലയോ? ഈ രീതിയിൽ അപ്പം അവനവൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും വേണ്ടേ, ഒരു സുഖവും വേണ്ടേ? ഇത് നാളെ 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 എന്ന് പറഞ്ഞ് ലോട്ടറിക്കാരൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ലോട്ടറി പറയുന്ന പോലെയാണ്. നാളെ കിട്ടുന്നൊരു കാര്യമാണോ? ആണോ അല്ലയോ? കല്യാണം കഴിഞ്ഞിട്ട് ജീവിതം സുഖമാവുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതൊന്നും മിണ്ടാത്തത് നിങ്ങൾ. കല്യാണം കഴിഞ്ഞാൽ സുഖമാവോ ഇല്ലയോ? അതും ഇല്ലയോ ഉത്തരം? കല്യാണം കഴിഞ്ഞാൽ ജീവിതം സുഖമാവെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടില്ല? ആവാതിരിക്കുകയും ചെയ്യാം. കല്യാണം കഴിഞ്ഞിട്ട് സുഖമായിട്ടുള്ളവർ എത്ര പേരുണ്ട്? കൈ പൊക്കും. അത് 2-3 ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരോട് ചോദിക്കുകയാണ്, അടുത്ത ജന്മം നിങ്ങൾക്ക് ഇതുപോലൊരു ജന്മം തന്നാൽ ഈ ജന്മം കിട്ടിയ ഭർത്താവിന് അടുത്ത ജന്മം കിട്ടുമോ? എത്ര പേര്? 1 2 ആള്. ഈ ജന്മം കിട്ടിയ ഭാര്യയെ അടുത്ത ജന്മം കിട്ടുന്ന എത്ര ഭർത്താവുണ്ട് നോക്കൂ നിങ്ങൾ. ചിലപ്പോൾ സംഭവിക്കട്ടോ, അമ്പലമാണ് അതുപോലെ സംഭവിക്കും. ഒറ്റ കൈയും കാണുന്നില്ല, ഒരാൾ പൊക്കി അപ്പം താഴ്ത്തി. സംഭവിക്കുന്ന ഉറപ്പ് പറഞ്ഞപ്പോൾ ആൾ താഴ്ത്തി കളഞ്ഞു. അപ്പോൾ നോക്ക്, ഇത്രയുള്ള ജീവിതം. ഒരു പക്ഷേ ഈ ജന്മം കിട്ടിയ മക്കളെ അടുത്ത ജന്മം കിട്ടിയാൽ ഓക്കെ ആണെന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും? കുറേ പേരൊക്കെ കൈപൊക്കും. കാരണം മക്കൾ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നുമുണ്ട്. ശരിക്കുള്ള മക്കളുടെ സ്വഭാവം കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ തരത്തിൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ ഇന്ന് വരെ ലോകത്തിൽ ആർക്കും അവർക്ക് പറയൂ നിങ്ങൾ സാധിച്ചില്ല. അപ്പം ജീവിതം എങ്ങനെയാണ് സുഖമാവുക? ജീവിതം എങ്ങനെയാണ് സന്തോഷമാവുക? അപ്പം അതിന് ചോദിക്കുകയാണ്, ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഒന്നുകിൽ നമുക്ക് ആ പ്രശ്നങ്ങളിൽ ഇരുന്ന് ചിന്തിച്ച് കരഞ്ഞ് വിഷമിച്ച് സമയം കളയാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനുള്ള കരുത്ത് നേടാം. ഏതാ വേണ്ടത്? മറികടക്കാനുള്ള ഒരു കരുത്ത് വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ വേണ്ടയോ? നോക്കൂ, ഇന്ന് നമ്മുടെ കുട്ടികളെ അത് പരിശീലിപ്പിക്കാത്തത് കൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. നമുക്ക് ആത്മീയത എന്ന് പറയുന്നത് പ്രാർത്ഥനയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിലുള്ള പ്രാർത്ഥനയല്ല. പ്രാർത്ഥന എന്നുള്ള വാക്ക് തന്നെ ഹിന്ദുക്കൾക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? ആകെ പ്രാർത്ഥന എന്നുള്ള വാക്ക് സ്റ്റേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പണ്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയുക? നാമജപങ്ങളാണ്. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ടതായിരുന്നു കുട്ടികളെ നേരത്തെ വിഷ്ണു സഹസ്രനാമം. അമ്പലത്തിൽ പോയി ഒരാവർത്തി വിഷ്ണു സഹസ്രനാമം ചൊല്ലി വരാനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എന്നുള്ള ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ അച്ഛനമ്മമാർക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആവില്ലായിരുന്നു നമ്മുടെ കുട്ടികൾ. കാരണം ഈ നാമജപ ശക്തി അവരുടെ മനസ്സിന് വളരെയധികം. അതിന് പകരം നിങ്ങൾ ദൈവത്തിനെ ബ്രൈബ് ചെയ്യാൻ തുടങ്ങി. ഗവൺമെൻറ്റിൽ പോയി ബ്രൈബ് ചെയ്യുന്ന പോലെ ദൈവത്തിന് ബ്രൈബ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ആര് നടത്തിത്തരണം? ദൈവം നടത്തിത്തരണം എന്നുള്ള രീതിയിലാക്കി കളഞ്ഞു. അതിപ്പം നിങ്ങൾ ചെയ്ത തെറ്റാണത്. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ കാര്യം നടത്തിത്തരുന്ന. ഉണ്ടോ? ഇത് ആളുകൾ വിശ്വസിച്ചു തുടങ്ങിയതാണ്. ഏത്? നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ 3 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റണം. 1, ദൈവത്തെ വിശ്വസിക്കരുത്. ആരെ വിശ്വസിക്കരുത്? ദൈവത്തെ വിശ്വസിക്കരുത്. 2, പ്രാർത്ഥിക്കരുത്. എന്തൊക്കെയാ പറഞ്ഞത്? ദൈവത്തെയല്ല വിശ്വസിക്കേണ്ടത്. നമ്മൾ ദൈവവിശ്വാസം എന്നുള്ള വാക്ക് തന്നെ ശരിയായിട്ടുള്ളൊരു വാക്കല്ല. നമുക്ക് കൂടുതൽ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയില്ല. പ്രാർത്ഥനയില്ല. നമുക്ക് എന്തേ ഉള്ളൂ? നാമജപമേ ഉള്ളൂ. അതുപോലെ 3ാമത്തത്, നമ്മൾ
ദൈവം നാളെ എല്ലാം നടത്തിത്തരും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. നാളെ എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇന്ന് ഉണ്ട്, നാളെ ഉണ്ടോ എന്ന് നമുക്കാർക്കും അവർക്ക് പറയൂ ഇല്ല. നമ്മൾ ഇത് കേൾക്കുമ്പോൾ പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗവതം. അപ്പം അങ്ങയുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അങ്ങക്ക് എന്ത് പറഞ്ഞു തരാം? ഭാഗവതത്തെ പറഞ്ഞു തരാം. 2-ാമത്തെ സ്കന്ധം തുടങ്ങുമ്പോൾ അങ്ങനെയാ പറയാം, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവൻ ദ്വാപരാധോ പിതൃദ്വൈവായനാദഹം. കണ്ടു നിങ്ങൾ? 2-ാമത്തെ സ്കന്ധം തുടങ്ങുമ്പോൾ പറയുകയാണ് എന്തിനാണ് ഈ ഭാഗവതം പറയുന്നത്? എന്തിനാണ് ഈ ഭാഗവതം ഉപദേശിച്ചിട്ടുള്ളത്? പരീക്ഷത്ത് മഹാരാജാവ് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ അദ്ദേഹത്തിന് മനസ്സിന് കരുത്തും ശക്തിയും അറിവും നേടിക്കൊടുക്കുന്നതിനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, ഭാഗവതം. അപ്പം നിങ്ങൾക്കും വേണോ ഭാഗവതം? വേണോ? ഇത് വല്ല കഥയും പറയാനാണോ ഭാഗവതം പറയുന്നത്? അല്ല. അങ്ങനെ കേട്ടപ്പോൾ പരീക്ഷത്ത് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, എന്താണ് ഈ ഭാഗവതം എന്നുള്ളത്? അപ്പോൾ ഭാഗവതത്തെക്കുറിച്ചുള്ള വർണ്ണനയിലേക്ക് കിടക്കുകയാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, കാരണം നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഭാഗവതം ഭഗവാനിൽ നിന്നും തന്നെ പ്രകടമായതാണ്. അപ്പം അതിനൊരു കഥയൊക്കെ പറയണം. പണ്ട് ബ്രഹ്മാവ് ഇങ്ങനെ ധ്യാനനിരതരായിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ പുത്രനാണ് നാരദര് വന്ന് അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയാണ്, അച്ഛാ എന്തൊക്കെയാണ് വിശേഷം? സുന്ദനെയല്ലേ? ഓ സുന്ദനെയാണ്. അച്ഛൻ എവിടുന്നാ വന്നത് എന്ന്. അച്ഛനെ ആരാണ് ഉണ്ടാക്കിയത്? അച്ഛൻ്റെ ജന്മരഹസ്യം എന്താണ്? അച്ഛൻ്റെ അച്ഛൻ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവിനും അപ്പോഴാണ് ബോധം വന്നത്, ഞാൻ എവിടുന്നാണ് വന്നത് എന്ന്. അങ്ങനെ അദ്ദേഹം ഇരുന്ന താമരത്തണ്ടിലൂടെ ഇറങ്ങി ചെന്നു എന്നാണ്. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. 16:21 കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ? തപസ് തപ എന്നുള്ള ശബ്ദം കേട്ടു. വീണ്ടും കൂടുതൽ ചെന്നപ്പോഴാണ് ആദിനാരായണനെ കാണുന്നതും ആ ആദിനാരായണ രൂപം ഇവിടെ ബ്രഹ്മാവിനായിട്ട് ഉപദേശിച്ചതാണത്രേ ശ്രീമദ് ഭാഗവതം. അങ്ങനെ ഉപദേശിച്ച ഭാഗവതത്തെ വിളിക്കുന്ന പേരാണ് ചതുശ്ലോകി ഭാഗവതം. ഏതാണ് ആ ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, അതിലെത്ര ശ്ലോകങ്ങൾ? 4 ശ്ലോകങ്ങൾ. അപ്പോൾ അത് നമുക്കൊന്ന് ചൊല്ലാം. പ്രത്യേകിച്ച് ഇതേത് മാസം? ഏറെ പവിത്രമായ വൈശാഖ മാസത്തിൽ ഭാഗവതത്തിൻ്റെ മൂലഭാഗം. അപ്പം ഈ സംസ്കൃത ഭാഗവതത്തെ തന്നെ വിളിക്കുക മൂലഭാഗവതം. അതിൻ്റെ ഒരു മൂലഭാഗവതമാണ് ഏത് ചതുശ്ലോകി ഭാഗവതം. ഇത് കേട്ടിട്ടുണ്ടോ? മുമ്പ് കേട്ടിട്ടുണ്ടോ? എല്ലാവരും? പലരും കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവർ എത്ര പേരുണ്ട്? കുറച്ച് പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം പുസ്തകമുള്ളവരൊക്കെ തുറക്കുക. 2-ാം സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 ശ്ലോകം. കിട്ടിയോ? എടുത്തുവോ? നിങ്ങൾ എടുത്തുവോ? എല്ലാവരും ചൊല്ലണേ. അഹമേവാസമേവാഗ്രേ നാന്യ പുസ്തകം നോക്കി വായിക്കും എല്ലാവരും. അഹമേവാസമേവാഗ്രേ നാന്യദ്യ സദസത്പരം പശ്ചാദഹം യതേതശ്ച യോവശിഷ്യേതസോസ്മ്യഹം. ഉറക്കെ വായിക്കൂ. ഹൃദേർത്തം യത് പ്രദീയേത തച്ഛാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമ യഥാ മഹാന്തിഭൂതാനി ഭൂതേഷുച്ചാപജിഷ്യനോ. ശബ്ദം കേൾക്കുന്നില്ല? ഉറക്കെ വരട്ടെ. കുറച്ച് പുറകോട്ടൊക്കെ ഇരിക്കും എല്ലാവരും. നിങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് കയറി ഇരിക്കും. എല്ലാവരും ഇങ്ങനെ ഒരുപാട് സ്പേസ് ഇട്ടിട്ടിരിക്കല്ലേ, കുറച്ചുകൂടി ചേർന്നൊക്കെ ഇരിക്കും. ഇനി ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കണേ. അത് ചെയർ കമ്മിറ്റി സംഘാടകരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചെയർ കുറച്ച് സ്പ്രെഡ് ചെയ്തിടും. പിന്നെ അകത്തേക്കുള്ള ചെയറൊക്കെ കയറിയിരിക്കും പ്ലീസ്. ആരും ഇങ്ങനെ ഒഴിച്ചിടല്ലേ ചെയറൊക്കെ. ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉപകാരം ചെയ്യൂ, നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കല്ലേ. അതുപോലെ ആ സൈഡിലേക്ക് കയറിയിരിക്കുന്നവരൊന്ന് ഉള്ളിലേക്ക് കയറിയിരുന്നാൽ ആ വഴിയിലൂടെയൊക്കെ പോകാൻ പറ്റില്ലേ മറ്റുള്ളവർക്ക്? എല്ലാവരും കോപ്പറേറ്റ് ചെയ്യൂ, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യൂ നിങ്ങൾ എല്ലാവരും. ആ ഫാനൊക്കെ വേണമെങ്കിൽ ഇടാൻ നിങ്ങൾക്ക്. അതിൻ്റെ ആരെങ്കിലും ഓപ്പറേഷൻ അവരാരും കാണുന്നൊന്നുമില്ല. എല്ലാവരും ഒന്ന് ഒതുങ്ങി ഒന്ന് കയറിയൊക്കെ നിന്നിരുന്ന ഒരു അഡ്ജസ്റ്റ് ചെയ്യും. എല്ലാവരും ഒരു ഇത് കാണിക്കും, ഡിസിപ്ലിൻ കാണിക്കും. ഓക്കെ. എന്താണ് ഒന്നുകൂടി ചൊല്ലാം നമുക്ക്. അഹമേവാസമേവാഗ്രേ നാന്യദ്യ സദസത്പരം
പശ്ചാദഹം യഥേതശ്ച യോവശിഷ്യേത സോസ്മ്യഹം പ്രതീർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവജേശ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയ വ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര സർവത. ഇത്രയുള്ള ശ്ലോകം. പിന്നീട് അതിൻ്റെ ഗുണം പറയാണ്. ഏതന്മതം സമാദിഷ്ട പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കർഹിജിൽ. എന്താ പറയണത്? അഹം ഏവ അഗ്രേ ആസീത്. എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. അഗ്രേ പറയൂ. അഹമേവ ആസീത്. ഇപ്പം എന്താ അർത്ഥം? ആവോ വല്ലതും പറഞ്ഞാൽ അഗ്രേ. അഗ്രേ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ. അഗ്രം ഒരു ഇതിൻ്റെ അഗ്രം, അറ്റം, തുടക്കം എന്നൊരർത്ഥം എടുത്താൽ അല്ലേ? അങ്ങനെയല്ലേ? ആരംഭത്തിൽ. ഇവിടെ എന്താ അഗ്രേ എന്ന് പറഞ്ഞാൽ അർത്ഥം? തുടക്കത്തിൽ. അഹം ഏവ ആസീത്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏതിൻ്റെ ആരംഭത്തിൽ? സത് അസത്, സത്തായും അസത്തായും ഈ കാണുന്നതിൻ്റെയൊക്കെ ആരംഭത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യമുണ്ടല്ലോ, വാസ്തവത്തിൽ നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിടത്തേക്കാണ് മോഡേൺ സയൻസ് എത്തുന്നത്. ഇപ്പം ഭൗതിക ശാസ്ത്രം എത്തി നിൽക്കുന്നത് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞിടത്തേക്കാണ്. വളരെ ശ്രദ്ധിക്കൂ. ഇപ്പം നമ്മൾ കുട്ടികൾ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ, അതിൽ ഐൻസ്റ്റീനിയൻ ഫിസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ടൈം, സ്പേസ് ആൻഡ് എനർജി, എനർജിയാണ് പിന്നെ മാറ്ററായിട്ട് മാറുന്നത്. ഇത് മൂന്നും ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഏത് മൂന്നും? ടൈം, സ്പേസ് ആൻഡ് എനർജി. ടൈം, സ്പേസ് ആൻഡ് എനർജി. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഏത്? ടൈം, സ്പേസ് ആൻഡ് എനർജി. ഇപ്പം നമ്മൾ ലൈറ്റിനെ പോലും അളക്കണമെങ്കിൽ കാലം, സമയമാണ്. ഒരു സെക്കൻഡിൽ ഇത്ര സ്പീഡിൽ സഞ്ചരിക്കണം, കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കണം അല്ലേ? ഇതിൽ കാലം എന്ന് പറയുന്ന ഘടകം അവർ കൂടുതൽ ആ വിഷയത്തിൽ, അതായത് കാലം, സമയം എന്ന് പറയുമ്പോൾ ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ. അപ്പം നമ്മളൊരു 10 കൊല്ലം മുമ്പുള്ള നമ്മുടെ അവസ്ഥ, അതിനും മുമ്പ് 10 കൊല്ലം, അങ്ങനെ നമ്മൾ അവസാനം അമ്മയുടെ വയറ്റിലെത്തും അല്ലേ? പുറകോട്ട് പോയാൽ, കാലത്തിൻ്റെ പുറകോട്ട് പോയാൽ എത്തില്ലേ? അവിടെ നിന്നും നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ പിന്നെ പിടിവിട്ടു. കാരണം പിന്നെ ബീജം, അണ്ഡം അതിലേക്കൊക്കെ പോയി. പിന്നെ ബീജം നോക്കുമ്പോൾ നമ്മൾ രക്തത്തിലേക്ക് എത്തി അല്ലേ? ആണോ അല്ലയോ? രക്തത്തിൽ നിന്നാണല്ലോ ബീജവും അണ്ടമൊക്കെ രൂപപ്പെടുന്നത്. ആണോ അല്ലയോ? പിന്നെ നമ്മൾ എത്തുന്നതൊക്കെ പഞ്ചഭൂതത്തിലേക്കാണ്. കാരണം ഈ രക്തമുണ്ടാവുന്നതൊക്കെ എല്ലാം ആഹാരമൊക്കെ കഴിച്ചു വന്നിട്ടാണല്ലോ ഉണ്ടാവുന്നത്. ആണോ? അപ്പം നമ്മൾ പഞ്ചഭൂതത്തിലേക്ക്. അപ്പം വീണ്ടും ചോദ്യം വന്നു. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഈ മനസ്സും പഞ്ചഭൂതവുമായിട്ട് യാതൊരു അപ്പം ഈ മനസ്സൊക്കെ എവിടെ നിന്ന് വന്നു? ഈ മനസ്സ് എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? ഇപ്പം ശാസ്ത്രലോകത്തിന് ഇന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. ടൈം എന്ന് പറയുന്ന ഫാക്ടർ എന്താണ്? സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് ടൈമിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത്. അപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ടൈം എന്ന് പറയുന്നത് ചലനത്തിനെയാണ് ടൈം എന്ന് പറയാം. എന്താണ്? ചലനമാണ് സമയം. ആ ചലനത്തെ നോക്കുകയാണെങ്കിൽ അതിൽ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒരു താളാത്മകമായ ചലനം, ഒരു നിയന്ത്രണത്തോടുകൂടി ചലനം. താളാത്മകമായ നിയന്ത്രണത്തോടുകൂടി ചലനം, അങ്ങനെയാണ് ഒറ്റ വാക്ക് പറയാം. താളാത്മകമായ ഒരു നിയന്ത്രണത്തോടുകൂടിയ ചലനത്തെയാണ് കാലം എന്ന് പറയുക. മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണം. അതായത് ഒരു നിയന്ത്രണം ഇല്ലെങ്കിലോ, ഒരു നിയന്ത്രണം ചലനത്തിലില്ലെങ്കിലോ കൂടെ വന്നില്ല. ചലനത്തിൽ ഒരു നിയന്ത്രണം ഇല്ലാതെ പോയാൽ എന്തായിരിക്കും? ഇപ്പൊ എളുപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറയാം. ഇപ്പൊ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുക, അപ്പൊ നമുക്കൊരു ഭൂമിയാണ് കറങ്ങുന്നത് നമുക്കറിയാം. എന്നാലും നമ്മൾ കാണുന്നത് സൂര്യൻ്റെ ഉദയം, സൂര്യൻ അങ്ങനെ കറങ്ങി പോകുന്നതും ഇല്ലേ? ആണോ? അങ്ങനെ ഒരു അറ്റത്തേക്ക് മറ്റൊരു അറ്റത്തേക്ക് പോകണം. അപ്പം നമ്മൾ പറയും കിഴക്കുദിച്ച്.
ഈ സൂര്യൻ ഒരു നിയന്ത്രണം ഇല്ലാതെ ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ, ഒരു കൺട്രോൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സമയം അളക്കാൻ പറ്റുമോ? അപ്പൊ സമയം അളക്കാൻ പറ്റുന്ന എപ്പോഴാണ്? ചലനത്തിലൊരു നിയന്ത്രണം ഉണ്ടാകുമ്പോഴാണ്. ആണോ അല്ലയോ? അപ്പൊ നമ്മുടെ പ്രായം ഇന്നലെ പ്രസവിച്ചിട്ട് നാളെ ഒരു വലിയൊരു പൊക്കമുള്ളൊരു മനുഷ്യനായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു താളക്രമത്തിൽ ഒരു നിയന്ത്രണത്തിന് വിധേയമായി വളരുന്നോണ്ടാണ്. ആണോ? 9 വയസ്സായ കുട്ടി, 10 വയസ്സായ കുട്ടി എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. കാരണം 9ാമത്തെ വയസ്സിലോ 8ാമത്തെ വയസ്സിലോ ഇത്രയും ആ കുട്ടിക്ക് വളർച്ച, മീൻസ് ഞാൻ ശരീരത്തിൻ്റെ മൊത്തം പറയുകയാണ്, പേഴ്സണാലിറ്റിയുടെ വളർച്ച ഇത്രയേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആണോ അല്ലയോ? ഇപ്പം നമ്മൾ മൈനർ കുട്ടി, ഇയാളൊരു മൈനറാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു പ്രായവും വളർച്ചയൊക്കെ നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതാണ്. ആണോ? ഒരു 25 വയസ്സുള്ള ഒരു ഇതിനെ മൈനർ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല, നമുക്ക് മനസ്സിലാവും. അപ്പം എന്തു പറഞ്ഞ പോലെ ഇവിടെ ഈ ചലനത്തിലൊരു എന്തുണ്ട്? നിയന്ത്രണമുണ്ട്. നിയന്ത്രണമില്ലെങ്കിൽ ഇവിടെ ഒന്നിനും പ്രോപ്പറായിട്ട് വളരാൻ സാധ്യമല്ല. ഏത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു താളാത്മക നിയന്ത്രണത്തോടു കൂടിയിട്ടാണ് വളരുന്നത്. അപ്പം അമ്മയുടെ വയറ്റിൽ വരുന്നൊരു കുട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്ര വളർച്ച, 2 ആഴ്ചയാകുമ്പോൾ ഇത്ര വളർച്ച, 3 ആഴ്ചയാകുമ്പോൾ ഇത്ര വളർച്ച, അങ്ങനെയല്ലേ കണക്കാക്കുന്നത്? അവർക്ക് പറയൂ ഇത്ര വീക്കാണ് അതിൻ്റെ ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ ഒരു വീക്കിൻ്റെ ഉള്ളിൽ ഇത്രയേ വളരില്ല, അതിനപ്പുറത്തേക്ക് വളരില്ല. ആണോ? ഒരു വളർച്ചയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. ഈ നിയന്ത്രണം വരുത്താൻ ബോധശക്തിക്ക് സാധിക്കുള്ളൂ. പ്രപഞ്ചശക്തിയെ നിയന്ത്രണം ചെയ്യാൻ സാധ്യമല്ല. അപ്പം അതിനെ നിയന്ത്രിക്കാൻ ഏത് വേണം? ഒരു ബോധശക്തി വേണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ ശരീരം തന്നെ നോക്കുക. നമ്മൾ കഴിക്കുന്ന ആഹാരം, അതാണ് നമ്മുടെ കൈകളും കാലുകളൊക്കെ ഇത് വളർന്നു വരുന്നത്, അല്ലേ? ആണോ? ഈ കൈകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കൃത്യ അളവിലാണ് വളരുന്നത് നോക്കൂ. കൃത്യ അളവിലല്ലേ വളരുന്നത്? അല്ല, രണ്ടിൻ്റെ അളവ് വ്യത്യാസമുണ്ടോ? ഇതാരാ ഇങ്ങനെ കൃത്യ അളവിൽ വളർത്തുന്നത്? ഇതിനൊരു നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിലോ? ഇതിന് നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കൈ ഏതാണ്? അത് കൂടുതൽ ചില ഈ ചെടികൾക്കൊക്കെ ഉണ്ടല്ലോ, വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കയ്യൂക്കുള്ള വലിച്ചിടും കാര്യം. ചിലപ്പോൾ കളകൾ കയറി വളം വലിച്ചെടുക്കും. ഇല്ലേ? സംഭവിക്കാറില്ലേ? വാഴയ്ക്ക് കൊടുക്കേണ്ട ഇട്ട വളം വാഴ കിട്ടിയിട്ടുണ്ടാവില്ല, വലിച്ചിട്ടുണ്ടാവും. അതിന് ചുറ്റുമുള്ള കളകളൊക്കെ കയറി വലിച്ചിട്ടുണ്ടാവും. സംഭവിക്കാറുണ്ടോ ഇല്ലയോ? എന്നതുപോലെ ഇപ്പം നമ്മുടെ വലത് കൈ പറയുകയാണ്, ഞാനല്ലേ കൂടുതൽ പണിയെടുക്കണത്, ഈ കഴിച്ച ആരൊക്കെ കൂടെ വലത് കൈയിൽ പോയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? വലത് കൈയുടെ അവസ്ഥ എന്തായിരിക്കും? ഇനി അതിലും പോട്ടെ, നാക്ക് പറയാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർത്തമാനം പറയുന്നത് ഞാനല്ലേ, ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ ശക്തി എനിക്കല്ലേ തരേണ്ടതെന്നും പറഞ്ഞിട്ട് ആ ശക്തി മുഴുവൻ നാക്കിലേക്ക് പോയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ നാക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്താ നിങ്ങൾ എന്നെ നോക്കുന്നത്? ഈ നാക്ക് ഒരു പക്ഷേ ഒരു നീളത്തിൽ അങ്ങനെ പോയിട്ടുണ്ടാവും, അല്ലേ? ശരിയല്ലത്? അപ്പൊ ഈ നാക്കിൻ്റെ വളർച്ച ഇത്രയേ പാടുള്ളൂ. ഒരു നിയന്ത്രണം ഉണ്ടാവുമോ? കൈകളുടെ കൃത്യമായൊരു അളവ് ഇത്രയേ പാടുള്ളൂ. കാലുകളുടെ വളർച്ച ഇത്രയേ പാടുള്ളൂ. ഓരോ വിരലിൻ്റെ വളർച്ച ഇത്രയേ പാടുള്ളൂ. മുടിയുടെ വളർച്ച ഇത്രയേ പാടുള്ളൂ. ഇതിലൊരു നിയന്ത്രണം ഉണ്ടാകുമോ? അതോ ഇതെല്ലാം അങ്ങോട്ട് ഇഷ്ടപ്രകാരം വളരുകയായിരിക്കുമോ? പറയൂ. ഒരു നിയന്ത്രണമുണ്ട്. അപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാവണമെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാനൊരു ശക്തി വേണം. ഇന്ന് ശാസ്ത്രലോകം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, പ്രപഞ്ചം സ്വതന്ത്രമല്ല. പ്രപഞ്ചം അതൊരു താളത്തിലും നിയന്ത്രണത്തിലും ചലിക്കുന്നുവെങ്കിൽ അതിൻ്റെ താളവും നിയന്ത്രണവും കൺട്രോൾ ചെയ്യാൻ ഒരു ഇൻ്റലിജൻസ്, ഒരു ബുദ്ധിശക്തി കൂടിയേ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ആ ഇൻ്റലിജൻസ് ഉള്ള വാക്ക് അവർ ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ട് നോക്കൂ, ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർ ഉപയോഗിച്ചു. ഉണ്ടോ? അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ കാരണം സ്വയം നിയന്ത്രിക്കാനും അതുപോലെ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നൊരു
ഉപകരണമായതുകൊണ്ടാണ്. ഒരു യന്ത്രം, റോബോട്ടിക് സയൻസ് വെച്ചിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിനക്ക്? അപ്പം ഇങ്ങനെ പ്രപഞ്ചം എന്ന് പറയുന്നത് സ്വതന്ത്രമല്ല. പ്രപഞ്ചം സ്വതന്ത്രമല്ല. അത് ഒരു ഇൻ്റലിജൻസിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇനി നിങ്ങൾ ഗീത എടുക്കുക. അവിടെ കൃഷ്ണൻ 9-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ പറയുന്ന വരികൾ നോക്കൂ നിങ്ങൾ. അപ്പം സയൻസ് പറയുന്നതും കൃഷ്ണൻ പറഞ്ഞതും തമ്മിൽ എന്തോ ചില ബന്ധങ്ങളൊക്കെ നമുക്ക് കാണാം. 9-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകം ഗീത എടുക്കുക. നമ്മുടെ കണ്ടു ചൊല്ലു എല്ലാവരും. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി സൂയതേ സചരാചരം. പ്രകൃതിക്ക് സ്വയം വികസിച്ചങ്ങോട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വളരാൻ സാധ്യമല്ല. ആരുടെ അധ്യക്ഷതയിലാണ്? അധ്യക്ഷത എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തുക. അപ്പം അതിനെ അവിടെ ഒരു അധ്യക്ഷനെ വയ്ക്കും ഇല്ലേ? ഒരു പ്രോഗ്രാമിന് അധ്യക്ഷനെ വെക്കില്ലേ? എന്താ അധ്യക്ഷന്റെ ജോലി? ആ ഒരു സദസ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുക. പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നിയന്ത്രിക്കുക ആണോ അല്ലയോ? അപ്പം ഓരോരുത്തർ എത്ര സമയം എടുക്കാൻ പാടുള്ളൂ, ഓരോരുത്തർ പ്രസന്റ് ചെയ്യേണ്ട വിഷയം എന്താണ്, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? അധ്യക്ഷനാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു, എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി സൂയതേ സചരാചരം. അപ്പൊ ഈ പ്രകൃതി സ്വതന്ത്രമല്ല എന്നർത്ഥം. ഒരു പ്രപഞ്ച ഊർജം മാത്രമല്ല ഇവിടെ ഉള്ളത്. ഐൻസ്റ്റീനിയൻ സയൻസ് പഠിപ്പിക്കുന്ന എനർജി ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ മാത്രമല്ല. ഇതിൻ്റെ താളാത്മകമായ ചലനങ്ങൾ, അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ വരുത്തുന്ന ഏത് ഊർജം കൂടിയുണ്ട്? ബോധ ഊർജം കൂടിയുണ്ട്. അപ്പൊ ബോധ ഊർജത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഏത് പ്രവർത്തിക്കുന്നത്? പ്രപഞ്ച ഊർജം പ്രവർത്തിക്കുന്നത്. പറയൂ. ബോധ ഊർജത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, പ്രേരണയിലും നിയന്ത്രണത്തിലുമാണ് പ്രപഞ്ച ഊർജം പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇവിടെ ജീവിതം നിലനിൽക്കില്ല. അപ്പം അമ്മ ഗർഭിണിയായി വിചാരിക്കുക. ആ ഗർഭിണിയായ അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ഫുഡ് കുട്ടിക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം ആ കുട്ടിക്ക് ആവശ്യത്തിലധികം അമ്മയുടെ വയറ്റിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ, കുട്ടി അങ്ങോട്ട് വല്ലാതെ വളർന്ന അമ്മ മരിച്ചു. അമ്മയുടെ വയറ്റിന് താങ്ങാൻ പറ്റാത്തൊരു കുട്ടി ഇങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ അമ്മയുടെ ജീവിതം ഉണ്ടാവില്ലയോ? അപ്പം കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതേ എവിടുന്ന് എടുക്കുള്ളൂ? ഇതിൽ അമ്മയ്ക്ക് വല്ല കൺട്രോളും ഉണ്ടോ? അമ്മയാണോ ബ്രേക്ക് ചവിട്ടുന്നത് ഇത്ര മതി എന്നുള്ളത് ഉണ്ടോ? വല്ല ബ്രേക്കും ഉണ്ടോ അമ്മയുടെ കയ്യിൽ? ഇതാരാ തീരുമാനിക്കണം? കുട്ടിക്ക് കൺട്രോൾ ഉണ്ടോ? അപ്പോൾ ഒരു കൺട്രോളിങ് പവർ ഉണ്ടാവില്ലേ? ഉറക്കെ പറയൂ നിങ്ങൾ. ഉണ്ടാവും. ഇനി അമ്മ പ്രസവിച്ചു വന്നു, കുട്ടി കുടിക്കുന്ന പാല് ബ്ലഡാണ് ബേസിക്കലി അല്ലേ? ആ പാല് കുട്ടിക്ക് അങ്ങോട്ട് കണ്ടമാനങ്ങോട്ട് ബ്ലഡ് പാലായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? അമ്മ അനീമിക്കയുടെ അടിച്ചു പോയിട്ടുണ്ടോ? ഫ്യൂസ് പോയിട്ടുണ്ടാവും അമ്മയുടെ. അപ്പം അമ്മയുടെ ശരീരം നിലനിൽക്കേണ്ട ആ രക്തം അവിടെ നിലനിർത്തിക്കൊണ്ട് കുട്ടിക്ക് വേണ്ട പാലുണ്ടാവുകയല്ലേ ശരീരത്തിൽ? ഇതൊക്കെ വല്ല വിവരമുണ്ടോ അമ്മയ്ക്ക്? ഒരു നിയന്ത്രണം ഉണ്ടാവാതിരിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? പറയൂ നിങ്ങൾ. ഇപ്പം നമ്മൾ കഴിച്ച ആഹാരം നമ്മൾ ഒരു സ്ഥലത്തേക്കാണ്, വയറിലേക്കാണ് പോകുന്നത് അല്ലേ? അവിടെ നിന്നാണിത് ദഹിച്ച് പലയിടത്തേക്കും പല രൂപത്തിലായി. ചിലത് സെൽസുകളാവുന്നു, ചിലത് ബോൺ റിപ്പയർ ചെയ്യുന്നു, അതുപോലെ ബോൺ ആരോ ആവുന്നു, ഉണ്ടോ ഇല്ലയോ? മുടിയാകുന്നു, നഖമാവുന്നു, ഒക്കെ നമ്മൾ കഴിച്ച ആഹാരം തന്നെയല്ലേ? മുടിയൊക്കെ ആവുന്നത് എന്താ പിന്നെ? നിങ്ങൾ കഴിച്ച വെണ്ടയ്ക്കും സാമ്പാറും അല്ല ഈ മുരിങ്ങക്കോലും ഒക്കെ തന്നെയല്ലേ? ആണോ അല്ലയോ? അതിലെ വൈറ്റമിൻസും മിനറൽസും അതിലെല്ലാം വേണ്ട കെമിക്കൽസൊക്കെ എടുത്തിട്ട് ഈ ശരീരത്തിന് വേണ്ടുന്നതൊക്കെ ഫീഡ് ചെയ്യണു. ആണോ? അപ്പം ഏതിനെന്ത് ഫീഡ് ചെയ്യണം എന്ന് ആരാ തീരുമാനിക്കുന്നത്? ഈ ശരീരമായിരിക്കുമോ? അതിലെത്ര നിയന്ത്രണം വേണം തീരുമാനിക്കുന്നൊക്കെ ആരാണ്? അപ്പം ഇതിൻ്റെ പിന്നിലൊരു ബോധശക്തിയുണ്ട്. അപ്പം ഈ പ്രപഞ്ചം സ്വതന്ത്രമല്ല. ഈ പ്രപഞ്ചം വികസിച്ചതും അത് നിയന്ത്രണാത്മകമായി ചലിക്കുന്നതും എവിടെയാണ്? ബോധശക്തിയിലാണ്. ശിവനിലാണ് ശക്തി ഇരിക്കുന്നത്. അപ്പം ശക്തി മാത്രമേ സയൻസ് കണ്ടുള്ളൂ. ഏതിനെ കണ്ടില്ല?
ശിവനെ കണ്ടില്ലേ? ലളിതാ സഹസ്രനാമം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശിവശക്തി ഐക്യരൂപിണി. നമ്മുടെ ഭാരതത്തിലെ കുട്ടികളാണ് ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ശിവശക്തിയിലാണ് പ്രപഞ്ചശക്തി ഇരിക്കുന്നത്. ശിവനില്ലെങ്കിൽ ഏതില്ല? ശക്തിക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം ശക്തിക്ക് ചലിക്കണമെങ്കിൽ എങ്ങനെ ചലിക്കണം? എങ്ങനെ ചലിക്കണം? താളാത്മകമായി ഒരു നിയന്ത്രണത്തിൽ ചലിച്ചാലേ ഇവിടെ ജീവന് എന്തിനും നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചമില്ല. ഈ ഭൂമിയൊക്കെ അതിൻ്റെ ഇഷ്ടത്തിന് കറങ്ങാൻ തുടങ്ങിയാൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് വായിക്കാറില്ലേ, അവിടെ കുലുങ്ങി ഇവിടെ കുലുങ്ങി എന്നൊക്കെ. അപ്പം ഇതൊരു താളാത്മകമായി നിയന്ത്രണത്തിന് വിധേയമായി കറങ്ങുന്നതുകൊണ്ടാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. ആണോ അല്ലയോ? ഇതാരാ തീരുമാനിക്കുന്നത്? ഇത് തീരുമാനിക്കാൻ ഒരു ഇൻ്റലിജൻസ് കൂടിയേ കഴിയൂ. ഇത് വേണം, ഒരു ഇൻ്റലിജൻസ്. അതിനെയാണ് ഭാരതീയര് ബോധശക്തി എന്ന് വിളിച്ചത്. അനന്ത ബോധത്തിലാണ് അനന്തമായ പ്രപഞ്ച ഊർജം ഇരിക്കുന്നത്. പ്രപഞ്ച ഊർജവും ഉറക്കെ പറയുക, നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. പ്രപഞ്ച ഊർജവും ബോധ ഊർജവും ഇത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിലേക്ക് നോക്കി പഠിക്കണം. ഇത് ആ വിഷയം നമ്മൾ നമ്മളിലേക്ക് നോക്കി പഠിക്കണം. ഇപ്പം നമ്മുടെ ചിന്തകളൊക്കെ പ്രപഞ്ച ഊർജത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ കാരണം ചലനാത്മകമാണ്. ആ പ്രപഞ്ച ഊർജം മുഴുവൻ ഇരിക്കുന്നത് ഏതിലാണ്? അതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ച ഊർജ ശക്തിയെ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്ക് എവിടെന്നാ കിട്ടുന്നത്? ബോധ ഊർജത്തിലുണ്ട്. അപ്പം അതിനെ വേണ്ട പോലെ നമ്മൾ പ്രയോജനപ്പെടുത്തണോ വേണ്ടയോ? ഉറക്കെ പറയൂ. അപ്പം എന്തിനാ ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത്? ആ ബോധശക്തിയെ വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അപ്പം നമ്മുടെ ശ്രദ്ധ നാമജപത്തിലേക്കൊക്കെ തിരിച്ച് കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. അതെന്താ വർദ്ധിക്കാൻ കാരണം? നമ്മളെ അലട്ടുന്ന ദുർബല ചിന്തകളുടെ ശക്തി കുറയുന്നു. ഇത് ആര് വിചാരിക്കണം? അപ്പം ദൈവം പുറത്തു നിന്നാണോ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്? അപ്പം അങ്ങനെ ഒരു ദൈവം പുറത്തുണ്ടോ? പറയൂ നിങ്ങൾ. ദൈവം എന്ന് പറഞ്ഞാൽ ബോധ ഊർജമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു കല്ലല്ല. നമ്മളങ്ങനെ കല്ലായി കണ്ട് ശീലിച്ചു പോയി. അപ്പം നിങ്ങൾക്ക് അറിയുന്നില്ല, നിങ്ങൾ ദൈവത്തെ ഒരു വിഗ്രഹമായി ഒതുക്കി കണ്ടുപോയാൽ നിങ്ങളാണ് ദൈവത്തെ നിന്ദിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, എന്നെ കേവലം ഒരു രൂപത്തിൽ കണ്ടു പോകുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ്. 7-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകം ഒന്നുകൂടി എടുക്കും നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം കുട്ടികളൊക്കെ കൂടെ നിങ്ങളെ ശരിയാക്കി കളയും. കാരണം നിങ്ങൾക്ക് ബോധമില്ല എന്നുള്ള അവർക്ക് മനസ്സിലാവും. 7-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകം അവിടെ എന്താ പറയുന്നത്? അവ്യക്തം വ്യക്തിമാൻ. ഭഗവാൻ അവ്യക്തമാണ്. ഏത് രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്? ഉറക്കെ പറയൂ. ബോധരൂപത്തിൽ. അതിന് നാരായണീയം പഠിച്ചാൽ 1-ാമത്തെ വരി തന്നെ കാണാം. സാന്ദ്രാനന്ദാവ ബോധം എന്നല്ലേ പറഞ്ഞത്? ഭഗവാൻ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? അത് കുട്ടികളെ പഠിക്കണ്ടേ. ഭഗവാൻ ബോധരൂപത്തിലാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭൂമിദേവി സ്തുതിക്കുമ്പം പറയുന്നൊരു ശ്ലോകമുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. ഇത് വരുന്നത് ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 59-ാം അധ്യായത്തിൽ 27-ാം ശ്ലോകം. ഇപ്പം എന്തായാലും നോക്കണ്ട, പിന്നീട് എന്തായാലും നോക്കാം. അപ്പം അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. ഭഗവാനെ എന്താ വിളിക്കുന്നത്? പൂർണ്ണബോധായ തേ നമഃ. എന്താ വിളിക്കുന്നത്? അപ്പം ഭഗവാൻ ഏത് രൂപത്തിലാണ്? ബോധരൂപത്തിലാണ്. അപ്പം നോക്കൂ, നിങ്ങൾ അമ്പലത്തിൽ പോയി ഒരു വിഗ്രഹത്തെ കാണുമ്പോഴും ആ ഒരു കല്ലിൽ ഒതുങ്ങി നിൽക്കുന്ന ആളാണോ ഭഗവാൻ? അല്ല, നമുക്കറിയാം. അപ്പോഴും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ ബോധരൂപത്തിലല്ലേ? ബോധമുള്ള ഒരു ശക്തിക്കല്ലേ കേൾക്കാൻ പറ്റുള്ളൂ? അല്ല, ആണോ അല്ലയോ? അപ്പം നമ്മളിലെ ബോധവും ഭഗവാന്റെ ബോധവും രണ്ടായിരിക്കുമോ? അതെന്തേ നമ്മൾ വേറെ കാണുന്നത്? അപ്പം നമ്മളിലെ ബോധത്തെ അല്ല കാണുന്നത്, നമ്മൾ നമ്മുടെ ചിന്തകളെയാണ്
കാണുന്നത്. അപ്പം ആ ചിന്തകൾക്കതീതമായി നമ്മൾ ഉയരണമെങ്കിൽ നമ്മുടെ ബോധശക്തിയെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. അതാണോ വേണ്ടത്? ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രശ്നം പരിഹരിക്കുകയാണോ? നമ്മളിലെ ബോധശക്തി ഉപയോഗപ്പെടുത്തി നമ്മുടെ ചിന്തകളുടെ, അതായത് വിഷമങ്ങളുടെ, പ്രയാസങ്ങളുടെ പിടിയിൽ നിന്ന് നമ്മൾ മുക്തരാവാൻ കരുത്ത് നേടുകയാണോ വേണ്ടത്? ഏതാ ശരി? നിങ്ങൾക്കൊരു അഭിപ്രായമില്ല. ശക്തി നേടുന്നതാണോ ശരി, അതോ പ്രാർത്ഥിക്കുന്നതാണോ ശരി? അപ്പം ശക്തി നേടാൻ നാമജപാദികളൊക്കെ വേണ്ടേ? അത് പഠിക്കണ്ടേ, പഠിപ്പിക്കണ്ടേ? എത്ര പേര് കുട്ടികളെ വിഷ്ണു സഹസ്രം പഠിപ്പിച്ചിട്ടുണ്ട്? അത് പറയുമ്പോൾ കൈ പൊങ്ങില്ല. ആകെ 5-6 പേരേ ഉള്ളൂ. നമുക്ക് ഭൂരിപക്ഷ ആളുകൾക്ക് ഇപ്പോഴും ബോധം വന്നില്ല. അവർക്ക് സാന്ദ്രാനന്ദാവ ബോധമല്ല, അവർക്കുള്ളത് സാന്ദ്ര ഉണ്ണൽ ബോധമാണ്. എന്താ ചെയ്യുക? നമ്മുടെ ഭാഗവതത്തിൻ്റെയൊക്കെ ഒരു നോക്കൂ, നമ്മൾ ഹിന്ദുക്കൾ എത്ര പുറകിലാണ് ഒരു കാര്യം മനസ്സിലാക്കണം നോക്കൂ. ഇപ്പം വേണ്ട വിധത്തിൽ നമ്മളിതൊന്നും പഠിക്കില്ല, നമ്മൾ മനസ്സിലാക്കില്ല, അന്ധമായി തൊഴുതു പോകും. അത് കുട്ടികളെ വഴിതെറ്റിക്കല്ലേ? ആണോ അല്ലയോ? ഭഗവാൻ പറയാണ്, അവ്യക്തമായ എന്നെ വ്യക്തിം മന്യന്തേ. ഒരു വ്യക്തിയായി കണ്ട്, ദൈവമായി കണ്ട് തൊഴുതു പോകുന്നവൻ അബുദ്ധയ, അവൻ ബുദ്ധിയില്ലാത്തവനാണ് ഗീതയിൽ പറഞ്ഞത്. അവൻ ആരാണ്? ഉറക്കെ പറയൂ നിങ്ങൾ. അപ്പം അമ്പലത്തിൽ പോയി തൊഴാനാണോ പോകേണ്ടത്? എന്തിനാ പോകേണ്ടത്? ഉറക്കെ പറയൂ. നാമം ജപിക്കാൻ. നിങ്ങൾ മക്കളെ കൊണ്ട് നിങ്ങൾ ചൊല്ലാറുണ്ട്? എത്ര പേര് അമ്പലത്തിൽ പോയിട്ട് നാമം ചൊല്ലാറുണ്ട്? ഇപ്പം നിങ്ങളൊക്കെ കൈപൊക്കും, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. മക്കളെ കൊണ്ട് നിങ്ങൾ ചൊല്ലിപ്പിക്കണ്ടോ? ഞാൻ കാണുന്നില്ലേ, നിങ്ങൾ ആ ഗുരുവായൂരൊക്കെ ഒക്കെ വായും പൊളിച്ച് മേലോട്ട് നോക്കി നടക്കുന്നത് കാണാം. അവിടെ നാമം ചൊല്ലി പ്രദക്ഷിണം വയ്ക്കുന്നവരൊന്നും ഞാൻ കാണില്ല. ഞാൻ കണ്ടിട്ട് കുറച്ച് പേരുണ്ട്, ഇല്ലാന്നല്ല, മുഴുവൻ ഞാൻ കുറ്റം പറയല്ല. ഒരു 90% ആളുകളും വട്ടം കറങ്ങി പോകുന്നവരാണ്. സമ്മതിക്കുമോ നിങ്ങൾ? സമ്മതിക്കുമോ നിങ്ങൾ? ഭൂരിപക്ഷം വട്ടം കറങ്ങി പോകുന്നവരാണ്. ആണോ? ജപിച്ച് വളരെ ആസ്വദിച്ച് പോകുന്നവർ വളരെ കുറവാണ്. അപ്പം നോക്കൂ, നമ്മൾ കുട്ടികൾക്ക് ആ ബോധം വരുത്തിയിട്ടില്ല. ബോധം വരുത്തുവതിന് ആളായി നിന്ന ആചാര്യന്മാരുടെ ജോലി അതാണ്, ബോധം വരുത്തുക എന്നുള്ളതാണ്. അപ്പം ഇനിമേലെങ്കിലും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു 108 തവണ നാമം ചെല്ലാതെ അവിടെ നിന്ന് ഒരിക്കലും പോരരുത്. നിങ്ങളാ പോയത് കൊണ്ട് വലിയ കാര്യമില്ല. ഉള്ളത് പറയാലോ, അമ്പലത്തിൽ പോയാൽ എന്ത് ചെയ്യണം? ഉറക്കെ പറയൂ. ഒരു നാമജപമൊക്കെ ചെയ്തിട്ട് വേണം. നാമം ജപിച്ച് പ്രദക്ഷിണം വെച്ച്, മാക്സിമം പ്രദക്ഷിണം വെച്ച് നാമം ജപിച്ചത് നേരെ അകത്തേക്കൊരു ഓട്ടാണ്. ആരെ കാണാൻ? ആരെയാ നിങ്ങൾ കാണാൻ പോണത്? അവിടെ അങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. ഭഗവാൻ പറയണോ, ഞാൻ അങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് അറിയുന്നില്ല ഇരിക്കുന്ന ആൾ ഇരിക്കുന്നത് എവിടെയാണ്? അവനവൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ ഗീത പഠിച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഗീതയിൽ 18-ാം അധ്യായത്തിൽ 61-ാം ശ്ലോകം. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഈശ്വരൻ എവിടെ ഇരിക്കുന്നതെന്ന് കൃഷ്ണൻ ഉറപ്പിച്ചു പറയുകയാണ്. ഈശ്വര സർവഭൂതാനാം, പറയൂ, ഉറക്കെ പറയൂ, ഹൃദ്ദേശേ തിഷ്ഠതി. എവിടെ ഇരിക്കണോ? അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലാണോ പോയി തോക്കേണ്ടത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കണോ? അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വര ശക്തിയെ ഉണർത്തണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? എന്തിനാണ് ചെയ്യേണ്ടത്? കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കണ്ടേ? ഈശ്വരൻ എവിടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞത്? സർവഭൂതാനാം, പറയൂ. ആ ഭൂതത്തിൽ നിങ്ങൾ പെടുവോ? സർവഭൂതത്തിൽ നമ്മളാവുന്ന ഭൂതം പെടുവോ? ഇല്ല. എന്നാ പിന്നെ പോട്ടെ, പെടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സർവഭൂതങ്ങളിൽ നിങ്ങൾ പെടുവോ ഇല്ലയോ? പെടും. അപ്പം സർവഭൂതങ്ങൾ, നിങ്ങളടക്കമുള്ള സർവഭൂതങ്ങളിൽ എന്തുണ്ട്? ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ തിഷ്ഠതി. എവിടെ ഇരിക്കണോ? ഹൃദയത്തിലിരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിലാണോ? അമ്പലത്തിലെ ഹൃദയത്തിലാണോ? നമ്മുടെ ഹൃദയത്തിലല്ലേ? അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ശക്തിയെ കൂടുതൽ, ഈശ്വര ശക്തിയല്ല, ഈശ്വര ശക്തിയിലേക്ക് നമ്മളെ ഉയർത്താനല്ലേ അമ്പലത്തിൽ പോകേണ്ടത്? ആണോ അല്ലയോ? ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഹിന്ദുവിനറിയില്ല. തന്ത്രശാസ്ത്രത്തിൽ ഒരമ്പലം ഈ പറയുന്ന എഴുതി വെക്കണേ നിങ്ങൾ. ചില കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. നമുക്ക് അമ്പലത്തെക്കുറിച്ച് വലിയ വിവരമില്ല. വെറുതെ ഒക്കെ സർവജ്ഞരായിട്ട് പോകണമെന്നുള്ളത് വേറെ കാര്യം. വിവരം അടുത്തുകൂടെ പോയിട്ടില്ല. ആരും പറഞ്ഞതില്ല, നമ്മളെ കുറ്റം പറയാനും പറ്റില്ല.
തന്ത്രശാസ്ത്രത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആചാര്യ തപസ്സ. ഒന്നാമത്തത് ആചാര്യ തപസ്സ. പറയൂ. ആചാര്യ തപസ്സ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആചാര്യമാർക്കൊക്കെ തപസ് വേണമെന്നാണോ? ആചാര്യൻ എന്നാണ്, ആശാരി എന്നല്ല പറഞ്ഞത്. ആർക്കാണ്? ആചാര്യൻ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ അവിടെ പൂജ ചെയ്യുന്നവരൊക്കെ ഈ നാമജപം ഉള്ളവർ ആയിരിക്കണം. അങ്ങനെയുള്ളവർ പൂജിച്ചാലേ അമ്പലം നന്നാവുള്ളൂ. അവർക്കൊരു നിഷ്ഠ വേണം. ആചാര്യ തപസ്സ ഇതൊരു ബിസിനസ്, ഒരു എന്താ പറയുക, ഇതൊരു തൊഴിലല്ല, ഇതൊരു ഉപാസനയാണ്. ക്ഷേത്രോപാസന എന്നാ പറയുക. എന്താണ്? ഒരു തൊഴിലല്ല, പൂജയല്ല, അതൊരു ഉപാസനയാണ്. എന്താണ്? ഉപാസിക്കുക. ഉപാസിക്കുമ്പോൾ ഏതൊരു രൂപത്തെയും നാമത്തെയും ഉപാസിക്കുന്നോ അതിൻ്റെ ശക്തി ആ വ്യക്തികളിൽ ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ആചാര്യ തപസ്സ. രണ്ടാമത്തെ ആമ്നായ. എന്താ പറയുക? ആമ്നായ എന്ന് പറഞ്ഞാൽ, ആമനം എന്ന് പറഞ്ഞാൽ വേദം അല്ലെങ്കിൽ വേദശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എന്താണ്? അപ്പം അതുകൊണ്ടാണ് ഈ ഭാഗവതമൊക്കെ അമ്പലത്തിൽ വെച്ച് നടത്തുന്നത്. ഇപ്പം ഗീത വായിക്കണം, ഭാഗവതം വായിക്കണം, അതിൻ്റെയൊക്കെ പേരാണ് ഏത്? ആമ്നായ. വേദങ്ങൾ ചൊല്ലണം. ഗുരുവായൂരിലൊക്കെ കണ്ടില്ലേ, ഡെയിലി നിങ്ങൾ വേദം ചൊല്ലുന്നൊക്കെ കേട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം നിങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് ഭാഗവതം വായിക്കുന്നു, നാരായണീയം വായിക്കുന്നു എങ്കിൽ അതേത് കാറ്റഗറിയിൽ പെടും? ആമ്നായ. മൂന്നാമത്തെ നിയമേന ജപേന. ഇതാണ് നിയമേന ജപേന എന്ന് വെച്ചാൽ ഒരു നിയമം. അതാണ് നമ്മൾ ഇത്ര മന്ത്രം, സഹസ്രനാമം ചൊല്ലുക, അതുപോലെ 108 തവണ നാമം ചൊല്ലുക. ഇതൊക്കെ ഒരു നിയമമാണ്. ഇപ്പം ഒരു നിയമേന ജപേന ഒന്നിച്ച് നാമം ചൊല്ലുകയാണെങ്കിൽ അതിന് ശക്തി വളരെ, അവർക്ക് പറയൂ, കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അത് സമൂഹ പാരായണം, സമൂഹ ജപം എന്നൊക്കെ പറയില്ലേ? അവർക്ക് പറയൂ. അങ്ങനെ മൂന്നാമത്തത് എന്താണ്? നിയമേന. നാലാമത്തത് അന്നദാനേന. എന്താണ്? സോറി അന്നദാനമല്ല, ഉത്സവേന. ഞാൻ അതിൻ്റെ സീക്വൻസ്. ആചാര്യ തപസ്സ ആമ്നായ ജപേന ഉത്സവേന അന്നദാനേന. അന്നദാനം ലാസ്റ്റാണ്. ഉത്സവേന. അഞ്ചാമത്തത് അന്നദാനേന. ക്ഷേത്രം അഭിവൃദ്ധിസ്തു പഞ്ചത. ഇതാണ് ശാസ്ത്രം. ക്ഷേത്രം അഭിവൃദ്ധിസ്തു. ആ ക്ഷേത്രത്തിന് എന്തുണ്ടാവും? ഏത് ക്ഷേത്രത്തിന്? ഈ 5 കാര്യങ്ങൾ. ഇവിടെ തൊഴുക എന്നുള്ളൊരു സമ്പ്രദായം പൂർവികർ എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും തൊഴുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞോ? തൊഴാൻ പറഞ്ഞിട്ടില്ലേ അമ്പലത്തിൽ? അമ്പലത്തിൽ തൊഴാനേ അല്ല പോണ്ടത്. അമ്പലത്തിൽ എന്തിനാ പോണ്ടത്? ഉറക്കെ പറയൂ. നിയമേന ജപേന. നമ്മുടെ ജോലി എന്താണ്? നിയമേന. അത് നമുക്ക് കൊണ്ടുവരണ്ടേ, തിരിച്ചു കൊണ്ടുവരണ്ടേ? വേണോ വേണ്ടയോ? നമ്മുടെ ഹിന്ദുക്കൾ ഒട്ടും വില വയ്ക്കാത്തൊരു സാധനമാണ് ഏത്? നാമജപ സംസ്കാരം. അതുകൊണ്ടാണ് അധപ്പതനം വന്നത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വന്നത്. പണ്ട് കാലത്ത് ഈ നാമജപം ഉള്ളതുകൊണ്ടാണ് ഐക്യവും ഒത്തൊരുമയും ഉണ്ടായത്, അല്ലേ? ഇന്നിപ്പോൾ കുട്ടികൾ തമ്മിൽ ഐക്യമില്ല, നോക്കൂ, കല്യാണം കഴിച്ചു കൊടുത്ത പ്രശ്നം, എല്ലാം പ്രശ്നങ്ങളായത് എപ്പോഴാണ്? നിങ്ങൾ നാമജപം വിട്ടു. അപ്പം നാമജപം ഉണ്ടാകുമ്പോൾ എന്താണ്? നോക്കൂ, ഇതൊക്കെ സയൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അതിനെ സയൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ മാത്രം മനസ്സിലായി. ഈ ജപിക്കുമ്പോൾ നമ്മളിൽ നിന്നും സൗണ്ട് എനർജി രൂപപ്പെടുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, എനർജി ഒരിക്കലും ഉറക്കെ പറയൂ, നശിക്കില്ല. അത് നമ്മുടെ ചുറ്റും ഒരു വലയമായി മാറും. അതിൻ്റെ പേരാണ് നാരായണ കവചം. എന്താണ്? അപ്പം ജപിച്ചൊരു കവചം സൃഷ്ടിക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ തളർത്താൻ പറ്റില്ല. അവരെ മനസ്സിനും ശക്തി വന്നു, ശ്രദ്ധ കൂടും. നാമം ജപിക്കും തോറും ഏകാഗ്രതയും